Hi friends. Hi friends. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം നീണ്ടകര ഹാർബറിലാണ്. ഞങ്ങളിവിടെ വരാനായിട്ട് ഞങ്ങൾക്ക് 8-ന്റെ പണി കിട്ടി. ഇന്നലെ വണ്ടി ഒന്ന് കേടായി രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി. അപ്പോൾ ആ വണ്ടി ഞങ്ങൾ രാത്രിയിൽ ആളെ വിളിച്ച് പണിയിപ്പിച്ചു അല്ലേ? അതൊക്കെ നമ്മൾ ടിപ്പും കൊടുത്തു അല്ലേ? ടിപ്പും കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീണ്ടകരയായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. രാത്രി ഒരു ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വർക്കിൽ തന്നെ സ്റ്റേ ചെയ്തായിരുന്നു. വർക്കിൽ വരുന്ന സ്റ്റേ ചെയ്തായിരുന്നു. അതെ, സ്റ്റേ ചെയ്ത് രാവിലെ 4 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി രാവിലെ തൊട്ട് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 6:15 അകത്ത് വന്നു. അത് വന്നപ്പോഴത്തേക്ക് തന്നെ പരിപാടി ഏകദേശം തീർന്നു. 4 മണിക്കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 12 മണി വരെ ഇവിടെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. രാവിലെ 4 മണിക്ക് ലേലം തുടങ്ങുന്നല്ലേ പറഞ്ഞത്? രാവിലെ 4 മണിക്കാണ് ഇവിടെ ലേലം തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല, അതായത് നമുക്ക് വിലക്കുറവിൽ നല്ല അടിപൊളി പച്ചമീൻ നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഞാനും അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 ചാനലായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ സ്ക്രീനിൽ അനന്തുവിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോൺസറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് സ്പോൺസർ നമുക്ക് നമ്മുടെ സ്പോൺസറെ പറഞ്ഞ് ആക്റ്റീവായിട്ട് പറഞ്ഞല്ലേ? നമുക്കതൊരു നമ്മുടെ സ്പോൺസർ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടീം നയനമാണ്. അപ്പോൾ കോൾ ഫോർ ബുക്കിംഗ് നമ്പർ, നമ്മുടെ ടീം നയനം കോൾ ഫോർ ബുക്കിംഗ് നമ്പർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം. നല്ല അടിപൊളി ബസ്സാണ്, നമ്മുടെ മന്നാടിയാറാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ലേലം വിളിക്കുന്ന അകത്തോട്ട് കയറാൻ പോവാണ്. ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ക്യാമറ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് ആ ലേലം വിളിക്കുന്ന ഹാള്. ഇവിടെ നിന്നാണ് ലേലം വിളിക്കുന്നത്. നമുക്കപ്പോൾ അകത്തോട്ട് പോവാം. ഇവിടെ ലേലംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, അതുപോലെ നല്ല ബഹളമാണ്. അപ്പോൾ നമ്മുടെ സൗണ്ട് എത്രമാത്രം ക്ലിയർ ആകുമെന്ന് നമുക്കറിയില്ല. കണവയാണ്, കണവ. നമുക്കിവിടെ വന്നാൽ നല്ല ലാഭത്തിൽ നമുക്കിവിടെ മീൻ മേടിക്കാൻ പറ്റും. അപ്പോൾ രാവിലെ 6 മണിക്കാണ്, 6 മണിക്കല്ല 4 മണിക്കാണ് ലേലം തുടങ്ങുന്നത്. നമ്മളിവിടെ വന്നപ്പോഴേ ഏകദേശം ഒരു തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഏകദേശം ഒരു 6:15 ആ സമയമായി. അപ്പോൾ നമ്മുടെ അനന്ത് കുറേത് വീഡിയോ എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ മീനൊക്കെ നല്ല റേറ്റ്, അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കിവിടെ ലേലം വിളിക്കാം. നമ്മുടെ ആ ഒരു വിലയ്ക്കനുസരിച്ച് നമുക്ക് മീൻ ഇഷ്ടം പോലെ മേടിച്ചുകൊണ്ട് പോകാം. പല ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ലേലം വിളിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടു നിൽക്കുമായിരുന്നു, ഞാനും അനന്തുമായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളോട് ഒരുപാട് കാണാനുണ്ട്. നമുക്കത് കാണാം. ഇരുന്നൂറ്. അമ്മ ഇവിടെ ലേലംവിളി എപ്പോൾ തുടങ്ങും? രാവിലെ മോട്ടർ കുറവായതേ ഉള്ളൂ.
വേണമെങ്കിൽ നമുക്കത് നോക്കാം. എൻ്റെ ആളിയ അടാറ് സാധനമല്ലേ, നല്ല മുട്ടൻ ചൂര. ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഈ ഹാർബർ തന്നെ വരണം. അടാറ് സാധനം, കിടുക്കൻ ചൂര. ചേട്ടൻ അത് വലിച്ചോണ്ട് പോവാണ്. മീൻ നമുക്ക് വെട്ടി കണ്ടിച്ച് കട്ട് ചെയ്ത് തരും. നല്ല മുട്ടൻ ചൂരയൊക്കെ നമ്മൾ മേടിച്ചാൽ അത് നമുക്ക് വെട്ടി കട്ട് ചെയ്ത് തരും. വേണ്ടേ, പിന്നെ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, ഇത് എല്ലാം ഫ്രഷ് മീനാണ്, കടലിൽ വരുന്ന ഫ്രഷ് മീനാണ് ഇതെല്ലാം. വേണ്ടേ, നല്ല നമ്മുടെ നല്ല വലിയൊരു മീൻ, വേറെ ടൈപ്പ്. ഇതാണ്ടേ എൻ്റെ ഒരു നീളമുണ്ട് ഇത്. എന്ത് മീനാ അറിയില്ല, ഇതുകൊണ്ടാണ് കിടക്കുന്നത്. അതേപോലെ കണ്ട അതിനെ വെട്ടുന്നുണ്ടോ, ഈ മീനെയാണ് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുവാന്ന് തോന്നുന്നു. നമുക്കത് നോക്കാം. ചേട്ടന്മാരൊക്കെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല തിരക്കാണ് അളിയാ. അത് ശരിയാണ്.
രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ഏരിയ. പിന്നെ മീൻ മേടിക്കണമെന്നില്ല, രാവിലെ ഇവിടെ വന്നാൽ ഇത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. രാവിലെ ഇവിടെ വന്നാൽ നമ്മുടെ സൗണ്ട് എന്തുമാത്രം ക്ലിയർ ആകുമെന്ന് നമുക്കറിയത്തില്ല. കാര്യം നമ്മൾ ആൾക്കൂട്ടത്തിൽ ലേലം വിളിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാകും, ആ ഒരു നോയിസൊക്കെ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സ്കൂട്ടിയിലാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നത്. അപ്പോൾ ഇന്നലെ സ്കൂട്ടിയിൽ നിന്ന് കംപ്ലൈൻ്റ് ആയി. ഇന്നലെ വണ്ടി വഴിയിലായിരുന്നു. ഇന്നലെ ഞങ്ങൾ വഴിയിലായി പെട്ടുപോയി രാത്രിയിൽ. അതാണ് ഞങ്ങൾ കൊല്ലത്ത് ഞങ്ങൾ റൂം എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വഴി വെച്ച് ഞങ്ങൾ സ്കൂട്ടി കംപ്ലൈൻ്റ് ആയി പെട്ടുപോയി. യമഹ റെയിൽ കാസർഗോഡ് ഓരോ ജില്ല കയറി നമ്മൾ കാസർഗോഡ് വരെ പോവാണ്. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും ഒന്നും നമുക്കറിയില്ല. നല്ല ഏരിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടീം നയനമാണ്. കോൾ ഫോർ ബുക്കിംഗ് നമ്പർ ഇതാ കണ്ടില്ലേ, ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല. രാവിലെയാണ്, ഒന്നും കഴിച്ചിട്ടില്ല, എല്ലാം പോയി കഴിക്കണം. അതെ, കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. അതെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറക്കാൻ ഞങ്ങളുടെ രണ്ടുപേരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ എൻ്റെ സ്ക്രീനിൽ അനന്തുവിൻ്റെ ചാനലിൻ്റെ ബാക്കി ബ്ലോഗ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.